അല്ലെങ്കിൽ വേണ്ടെന്ന് പറയുന്നവൻ സമൂഹത്തിലൊരു പ്രതിബദ്ധത ഇല്ലാത്തവനാണ്. ജാതി വിരുദ്ധതയും പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പരസ്പര വിരുദ്ധത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, പരസ്പര വൈരുദ്ധ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്ത ഒരു കാര്യത്തിനെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, ഇന്നലകളിൽ നമ്മുടെ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കൊള്ളരുതായ്മ മാത്രമാണ് ഈ പറയുന്ന ജാതി വ്യവസ്ഥ, അല്ലെങ്കിൽ വർണ്ണ വ്യവസ്ഥ, അല്ലെങ്കിൽ ഈ പറയുന്ന വിവേചനങ്ങൾ. ഒരിക്കലുമല്ല. ഇന്നലകളിൽ എന്താണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ 10 മടങ്ങിൽ ഇന്നും നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ജാതീയ വ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ പല സമയങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കണ്ടതാണ്. ഈ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് വരെയും നമ്മൾ ഈ പ്രശ്നങ്ങൾ കണ്ടതാണ്. ആ പ്രശ്നങ്ങളിലൊക്കെയും എന്താണ് എടുത്തു നിൽക്കുന്നത്? ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവരായതുകൊണ്ട് തന്നെയും അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഉയർന്ന ജാതിയിലുള്ളവരെന്ന് സ്വയമേ അഹങ്കരിച്ച് നടക്കുന്ന ഈ സുരേഷ് ഗോപിയെ പോലെയൊക്കെയുള്ള ആളുകൾ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടികൾ, അതെല്ലാം നമ്മൾ ഈ ഒരു സമയങ്ങളിൽ കണ്ടതാണ്. അതിനെല്ലാം വേടൻ വേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സമൂഹത്തിൽ ഇത്രയും നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ, അനീതിക്കെതിരെ പ്രതികരിച്ച്